കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ജില്ലയിലെ പുരോഗതി വിലയിരുത്തുന്നതിനായി ആലപ്പുഴ കളക്ടറേറ്റിൽ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കോഓർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ദിശ യോഗം ചേർന്നു. ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് ഉയരപ്പാത നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് കെ.സി. വേണുഗോപാൽ എം.പി. പറഞ്ഞു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ NHAI ചെയർമാനുമായി ഉടൻ യോഗം ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. ദിശ കോ ചെയർമാൻ കൊടിക്കുന്നിൽ സുരേഷ് എം.പിയും യോഗത്തിൽ പങ്കെടുത്തു. ജില്ലയിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിലെ MP ലാഡ്സ് പദ്ധതികളുടെ നിർവഹണം മന്ദഗതിയിലാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം.പി. പറഞ്ഞു. ജില്ലയിലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ആലപ്പുഴ കളക്ടറേറ്റിൽ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കോഓർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ദിശ യോഗം ചേർന്നു. ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപ്പാത നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കെ.സി. വേണുഗോപാൽ എം.പി. നിർദ്ദേശിച്ചു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പാതയോരങ്ങളിലെ വീടുകളിൽ മഴയെ തുടർന്ന് വെള്ളക്കെട്ടുണ്ടാകുന്നത് തടയാൻ ദേശീയപാത അതോറിറ്റി അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും എം.പി. നിർദ്ദേശിച്ചു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റി ചെയർമാനുമായി ഉടൻ യോഗം ചേരുമെന്നും എം.പി. അറിയിച്ചു. ദിശ കോ ചെയർമാൻ കൊടിക്കുന്നിൽ സുരേഷ് എം.പിയും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ആലപ്പുഴ ജില്ലയിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിലെ MP ലാഡ്സ് പദ്ധതികളുടെ നിർവഹണം മന്ദഗതിയിലാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം.പി. പറഞ്ഞു. കളക്ടറുടെ അധ്യക്ഷതയിൽ ജില്ലയിലെ MP ലാഡ്സ് പദ്ധതികളുടെ പ്രത്യേക അവലോകന യോഗം ചേർന്ന് പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ എം.പി. ആവശ്യപ്പെട്ടു. ജില്ലാ കളക്ടറും ദിശ മെമ്പർ സെക്രട്ടറിയുമായ ഷാജി വി നായർ, ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ C. ശ്രീലേഖ, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. CD ന്യൂസ്, കായംകുളം.